രാത്രി വൈകിയുള്ള എന്യൂമറേഷൻ വിതരണത്തെ ചൊല്ലി BLOയോട് കയർത്ത് വോട്ടർമാർ. വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകാൻ സ്ത്രീകൾ പറയുന്ന ശബ്ദരേഖ പുറത്ത്. പീരുമേട് താലൂക്കിലെ 84 ബൂത്തിലാണ് രാത്രി 9 മണിക്ക് BLO വീട്ടിലെത്തിയത്. എന്യൂമറേഷൻ ഫോം വാങ്ങാൻ വീട്ടുകാർ കൂട്ടാക്കിയില്ല. ഫോം നൽകാൻ പിറ്റേ ദിവസം വീണ്ടും പോകേണ്ടി വന്നു. അത് നിങ്ങൾക്ക് അറിയത്തില്ലേ? പക്ഷെ നമുക്ക് കൊടുത്തിരിക്കുന്ന സമയത്ത് ഇവിടെ വേണ്ടെന്നേ. ഈ വത്സമ്മയുടെ വീടല്ലേ ഇത്? അല്ല, വത്സമ്മയുടെ വീടല്ല. ചേച്ചി ഒന്നും സഹകരിക്കണേ, ഇതൊന്നും മേടിച്ച് പറ്റത്തില്ല. ഈ 9 മണിക്കൊക്കെ വന്നാൽ ഇവിടെ ഒന്നും സഹകരണം ഒന്നും നടക്കത്തില്ല. പൊക്കോ, നാളെ രാവിലെ വന്നാൽ നോക്കാം. അല്ല, എനിക്ക് ഇത് നാളെ അങ്ങോട്ട് കല്ലുമേട് പോകാനുള്ളതാണ്. ബുദ്ധിമുട്ട് ഞങ്ങൾ എന്തിനാ മനസ്സിലാക്കുന്നത്? അല്ല, ഞങ്ങളെ വേണം, നിങ്ങൾക്ക് നിർബന്ധം, ഞങ്ങൾക്ക് താല്പര്യമില്ല. അല്ല, നിങ്ങളുടെ കയ്യെ കൊടുക്കാം. അത് നിങ്ങൾ 9 മണിക്കാണ് വരുന്നത്. ആ മേശപ്പുറത്ത് വെച്ചിട്ട് നോക്കും. 9 മണിക്കാണ് നിങ്ങൾ വീടുകളിൽ കൂടി ഇത് കൊണ്ടുവരുന്നത്. നമുക്ക് കംപ്ലൈന്റ് കൊടുക്കാം, അത്രേ ഉള്ളൂ. പോലീസിന് വിളിക്കണം. വലിയ പ്രശ്നം ഉണ്ടാക്കണ്ട, പോയിക്കോ കേട്ടോ. ഞാൻ തന്നിട്ട് പോകാൻ വന്നതല്ലേ ഉള്ളൂ. ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് താല്പര്യം ഇല്ലെന്ന് പറഞ്ഞല്ലോ ഈ പാതിരാത്രിക്ക് വന്നിട്ട്. തനിക്കുണ്ടായ ദുരനുഭവവും ജോലി സമ്മർദ്ദവും മാതൃഭൂമി ന്യൂസ് റിപ്പോർട്ടർ ജെയ്നസ് രാജുവിനോട് പങ്കുവയ്ക്കുകയാണ് BLO. അതായത് നമ്മളന്ന് ഫോം കൊടുക്കാൻ പോയപ്പോ ആ ഏരിയയില് നമുക്ക് അത്ര മാത്രമേ കൊടുത്ത് തീർക്കാൻ ബാക്കിയുള്ളൂ. ആ ഒരു വീട് മാത്രം കൊടുക്കുകയായിരുന്നെങ്കിൽ പിറ്റേ ദിവസം എനിക്ക് ആ ഏരിയയിലേക്ക് പോകേണ്ട ആവശ്യമില്ല, മറ്റൊരു സ്ഥലത്തേക്ക് പോകാമായിരുന്നു. അപ്പോ അങ്ങനെ കയറി ചെന്നപ്പോ അവിടുത്തെ കുറച്ച് വീടുകൾക്ക് കൊടുക്കാൻ പറ്റി. ഈ വീട്ടിലേക്ക് പോയപ്പോ അവര് ജനൽ വഴിയാണ് ഇത് നമ്മളോട് അവർ സംസാരിക്കുന്നത്. അവരെ ഞാൻ കണ്ടുപോലുമില്ല. അവര് എന്നെ ആർക്കും പരിചയമില്ല. മെയിൻ ആയിട്ടുള്ള പ്രശ്നം അതാണ്. ഞാൻ സർവീസിൽ കയറിയിട്ട് ഇപ്പോ 1 മാസം തികഞ്ഞിട്ടില്ല. ആരാണ്, എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? അപ്പൊ ഞാൻ പറഞ്ഞു BLO ആണ് മാഡം, ഇതൊന്ന് മേടിച്ച് വെക്കണം. അപ്പൊ ഞാൻ ആ വീഡിയോ വോയിസ് റെക്കോർഡ് ചെയ്യാൻ തന്നെ കാരണം അതിനൊരു 1 മിനിറ്റത്തോളം അതിനു മുമ്പ് തന്നെ അവർ കുറെ വഴക്ക് എന്നെ പറഞ്ഞു. അതൊക്കെ കേട്ട് പിന്നെ വിഷമമായിട്ടാണ് ഞാൻ റെക്കോർഡിലേക്ക് പോയത്. അത് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ. പിന്നെ ഇത് മേലുദ്യോഗസ്ഥരെ ഈ അവസ്ഥ ഒന്ന് അറിയിക്കണമല്ലോ, അതുകൊണ്ട് മാത്രം ഞാൻ റെക്കോർഡ് ചെയ്ത് അയച്ചു. പിന്നെ അവർക്കുണ്ടായ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് എന്നെ പരിചയമില്ലാത്തതുകൊണ്ട് മാത്രമാണ് അവർ അങ്ങനെ പറഞ്ഞത്. പിറ്റേ ദിവസം ഞാൻ പോയപ്പോൾ നല്ല രീതിയിലാണ് അവർ എന്നോട് പെരുമാറിയത്. ആ സമയത്ത് പോകാൻ കാരണം മെയിൻ ആയിട്ട് ഒന്നത് ഡിസ്റ്റൻസ് ആണ്. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പകൽ സമയത്ത് ഇവിടെ എങ്ങും ആള് കാണത്തില്ല. എല്ലാരും പണിക്ക് പോകുന്ന ആൾക്കാരാണ്.